ശ്രീ രജിൻ എസ് ഉണ്ണിത്താൻ, നോക്കൂ, എല്ലാ പാർട്ടികളും ചർച്ചയിൽ പങ്കെടുക്കണം. 6 മണിക്കൂർ 8 മണിക്കൂറായി, 8 മണിക്കൂർ 10 മണിക്കൂർ വരെ ആകാം ചർച്ച എന്ന നിലയിലേക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ച പുരോഗമിക്കുന്നു. പക്ഷേ ചരിത്രം പറയുമ്പോൾ, അതായത് മുൻപ് സംഭവിച്ചത് പഞ്ചാബിൽ, കേരളത്തിൽ ഇപ്പോഴും സംഭവിക്കുന്നത്, കർണാടകയിൽ സംഭവിച്ചത്, അങ്ങനെ ചരിത്രം പറയുമ്പോൾ UPA സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷത്തിന് മുട്ടിടിക്കുന്നു. നോക്കൂ, ഇതിനകത്ത് പ്രതിപക്ഷത്തിന് മുട്ടിടിക്കുന്നു എന്നൊരു ചോദ്യം അപ്രസക്തമാണ്. നമുക്കറിയാമല്ലോ, നിങ്ങളെ ഇൻട്രോയിൽ തന്നെ ഏതാണ്ട് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം എന്നുള്ളതിനപ്പുറം പ്രതിപക്ഷത്തിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഭരണപക്ഷത്തിൽ നിന്നുമുള്ള MP മാരും മന്ത്രിമാരും ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ഇൻട്രോ തന്നെ തുടങ്ങുന്നത്. നമുക്കൊരു ചരിത്രമുണ്ട്, നമുക്കൊരു ഭരണഘടനയുണ്ട്. അത് അനുസാദിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുന്നതും മന്ത്രിമാരാവുന്നതും പ്രധാനമന്ത്രിയാവുന്നതും ഒക്കെ. 1952 ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റിൽ അന്ന് AK ഗോപാലനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് അതും നിയമപരമായി പ്രതിപക്ഷ നേതാവ് ആകാൻ അവകാശമില്ലെങ്കിൽ പോലും അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിനെ വിളിച്ചു മുന്നിക്കൊണ്ടിരുത്തിയിട്ട്, ഗോപാല, താങ്കളാണ് ഇതിന്റെ പ്രതിപക്ഷ നേതാവ്, താങ്കൾ പറയുന്നത് ഞങ്ങൾ ശ്രവിക്കും, താങ്കൾ പറയുന്നതിന്റെ അപ്പുറമായി ഞങ്ങൾ ചിന്തിക്കും, നിങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കും, അതുകൊണ്ട് ഭരണപക്ഷത്തെ തിരുത്തേണ്ടതും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതും താങ്കളാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തോട് ബഹുമാനം കാണിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ചരിത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ചരിത്രത്തെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിന്ന് പോകുന്ന ഗവൺമെന്റുകളാണ് തുടർച്ചയായി ഇന്ത്യ ഭരിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇന്ന് ജനൻ ടിവിയുടെ ഇൻട്രോയ്ക്കകത്ത് തന്നെ അടുത്ത റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവർ ഏതോ ഒരു വൈരാഗ്യ ബുദ്ധിയത്തോട് ഒരു പൊളിറ്റിക്കൽ ഈഗോ തീർക്കുന്ന രീതിയിലേക്ക് പാർലമെന്റ് മന്ദിരം മാറി എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? എന്താണ് പൊളിറ്റിക്കൽ ഈഗോ എന്ന് പറയുന്നത്? ഇവിടെ വലിയൊരു സമരം നടക്കുകയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസമുള്ള രീതിയിലേക്ക് നീറ്റ് പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് നടക്കുമ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, പാവപ്പെട്ട ഈ നാട്ടിലെ ഇന്ത്യൻ ജനതയിലെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും അപ്പുറമായി നിന്നും നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുകയാണ്. ആ മുന്നേറ്റം ഡൽഹിയിലെ പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ, അതായത് വിദ്യാർത്ഥി ഐക്യ സംഘടനകളൊക്കെ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് എതിരെ കേന്ദ്ര സർക്കാർ എടുത്ത നടപടി എന്തായിരുന്നു? ആ നടപടിയിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി? ഇന്ന് പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി, ഒരു 19കാരന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പിൻഭാഗത്ത് അടിച്ച് ചിരിക്കുന്ന പോലീസുകാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെയിം പ്ലേറ്റും യൂണിഫോമും ഒന്നുമില്ലാതെ പോലീസ് അക്രമം നടത്തി, പോലീസ് അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി സംസാരിക്കേണ്ടത് ആരാണ്? കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. അതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഈ പറയുന്ന സഭയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശബ്ദിച്ചില്ലെങ്കിലും പ്രധാനമന്ത്രി ശബ്ദിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഒരു വിധിയുണ്ട്, അതായത് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന, ഡൽഹിയിൽ നടക്കുന്നത് എല്ലാം കണ്ടും കേട്ടുമാണ് പോകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബീഹാറിൽ AK-47 എടുത്ത പോലീസ് ഓഫീസർമാർ നിൽക്കുകയാണ്. കൽക്കട്ടയിൽ സംഭവിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നരയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടൽ ഇവിടെ നടന്നിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പുതിയ അന്വേഷണം വരികയാണ്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇവിടെ മൗനം പാലിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇവിടെ മൗനം പാലിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷമല്ലേ? അത് മാത്രമല്ല, സ്വാഭാവികപരമായി ഈ പറയുന്ന പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷം ഏറ്റെടുത്ത ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കേണ്ട പ്രതിപക്ഷ നേതാവും അതുപോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരും എല്ലാം ഉൾപ്പെടെ ഈ പറയുന്ന ഭരണകൂടത്തിനോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നും നടന്നിട്ടില്ലെന്നേ. ആരെയാണ് ഇവർ പേടിക്കുന്നത്? ഇത്രയും വലിയ നരനാരായണത്തിൽ നടത്തുമ്പോൾ, ഇത്രയും നല്ല വിദ്യാർത്ഥികൾക്കെതിരെ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ പോലീസ് അഴിച്ചു വിട്ടപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇതിനെതിരെ വിശദീകരണം നൽകണ്ടേ? അതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന രീതിയിലേക്ക് വലിയ പ്രതിപക്ഷം ഏതാണ്ട് വലിയ സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തുകൊണ്ടുപോയാൽ ജനങ്ങൾ അത് വിശ്വസിക്കത്തില്ല. കാരണം വിദ്യാർത്ഥി സമൂഹത്തിന് നേരിടേണ്ട പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഈ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു
ജനവിഭാഗവുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട്. ആത്മഹത്യ പരമായി അവരുടെ മാനസിക സംഘർഷത്തിന്റെ പേരിൽ ആത്മഹത്യ നടത്തിയിരിക്കുകയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു മമ്മ എന്നൊക്കെ എഴുതി വെച്ച് പാവപ്പെട്ട കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളെ പോലീസ് ഇങ്ങനെയാണോ നേരിടേണ്ടത്? അത് ചോദ്യം ചെയ്യുവാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെന്നേ. അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറയുന്ന ബില്ലിനെ സംബന്ധിച്ച് 2024 ഇതുപോലെ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നല്ലേ, ആ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന പാവപ്പെട്ട കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. പിന്നെ NTA കാര്യം പറയുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ആ ഏജൻസി സുതാര്യമായിരുന്നു. ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ടുണ്ടോ? ആരുമില്ല. എല്ലാം ഡെപ്യൂട്ടേഷനിൽ വന്നത് താൽക്കാലിക ജീവനക്കാര്. അങ്ങനെയുള്ള ആ ഏജൻസിയിലെ മുഴുവൻ സെക്യൂരിറ്റി തൊട്ട് പ്യൂണ് തൊട്ട് മേലുദ്യോഗസ്ഥൻ വരെയുള്ള എല്ലാവരും താൽക്കാലികമായി വന്നവരല്ലെ ഡെപ്യൂട്ടേഷനിൽ വന്നവരായി വന്നിരിക്കുകയാണ്. അങ്ങനെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന സംവിധാനത്തിനെ പേപ്പർ ചോർച്ചാ സംവിധാനമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു രാജി വെച്ചു എന്നുള്ള രീതിയിൽ പ്രതികാര നടപടിയായി എന്നിട്ട് പ്രതിപക്ഷത്തിനെതിരെയും അല്ലെങ്കിൽ ആ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെയും അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയവർക്കെതിരെയും ഒക്കെയുള്ള നരനാരായിട്ടും പോലീസ് രാജ്യമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. നാളെയും പ്രതികരിക്കും. പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമാണ് പ്രതികരിക്കുക എന്നുള്ളത്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ രാജ്യത്തിന് വേണ്ട ഒരു ബില്ലുകൾക്കും എതിരെ പ്രതിപക്ഷം ഇതുവരെ നിന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുവാനാണ് സമയം ചോദിച്ചത്. അല്ലാതെ പ്രതിപക്ഷത്തെ അറ്റാക്ക് ചെയ്തു, പ്രതിപക്ഷത്തെ. ശരി രജിൻ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷം ഇടപെടുക തന്നെ ചെയ്യുമെന്നാണ്. പക്ഷേ വലിയൊരു സമരത്തിന്റെ ആദ്യ നാളുകളിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അതിലേക്ക് വരണം.